എന്തോന്നാ നമ്മുടെ ഈ ബിഗ് ബോസിൽ നടക്കുന്നതെന്ന് വെച്ചാൽ എനിക്കറിയാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു കഴിഞ്ഞ വർഷത്തെയും അതിൻ്റെ മുന്നേയൊക്കെ ഉള്ള ഒരു സീസൺ എടുത്ത് നോക്കുവാണെങ്കിൽ ഒരു സ്ട്രാറ്റജി പിടിച്ചിട്ടുള്ള ഒരാളുണ്ടാവും. പേര് ഞാൻ പറയുന്നില്ല. ആ ആൾക്കാരെ നമ്മളിങ്ങനെ ഒരുപാട് കൂട്ടമായിട്ട് ആ ഒരു വ്യക്തിയെ, ആ ഒരു പർട്ടിക്കുലർ വ്യക്തിയെ മാത്രം ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന കണ്ടിട്ട് ആ വ്യക്തികളുടെ ഫാനായിട്ട് മാറിയതും, അതുപോലെ തന്നെ ആ വ്യക്തി ജയിക്കണമെന്ന് വാശി തോന്നിപ്പിക്കുന്ന ഒരു സ്ട്രാറ്റജി ഉണ്ടായിരുന്നല്ലോ. ആ ഒരു സ്ട്രാറ്റജി ആണോ നമ്മുടെ അനീഷ് ഇവിടെ പിടിക്കുന്നത് എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് കേട്ടോ. കാരണം ഈ അനീഷ് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കും, എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം ഇങ്ങനെ കുത്തിത്തിരിപ്പൊന്നും ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ആൾ നൈസായിട്ട് അങ്ങ് പോകും. പക്ഷേ ഇതിനകത്തുള്ള ബാക്കി കണ്ടസ്റ്റൻറ്റുകളെല്ലാം കൂടി ഇതിൻ്റെ പുറകെ എന്തോന്നാ കാണിച്ചതെന്നുള്ള രീതിയിൽ അങ്ങ് വഴക്കാണ്. ഇദ്ദേഹത്തെ അങ്ങ് ഇട്ട് ക്രൂശിക്കും, വളഞ്ഞിട്ട് ആക്രമിക്കുക എന്നൊക്കെ പറയുമല്ലോ, അതുപോലെ അങ്ങ് വളഞ്ഞിട്ട് ആക്രമിക്കാൻ തുടങ്ങും. ഇതുപോലെയുള്ള കുറച്ച് വ്യക്തികൾ ഇതിന് മുന്നേയും വന്നിട്ടുണ്ട്. പക്ഷേ ഇതിനകത്തുള്ള ഇവർക്കൊന്നും മനസ്സിലാകുന്നില്ലേ എന്നാണ് കേട്ടോ എൻ്റെ അത്ഭുതം. കാരണം ഈ ഒരു സ്ട്രാറ്റജി പിടിച്ച് നിന്നിട്ട് ഇവർക്കൊന്നും മനസ്സിലാവുന്നില്ലേ എന്തായി കാണിക്കുന്നത്, ഇവർക്ക് മനസ്സിലാവുന്നില്ലേ. എന്തെങ്കിലും ഒരു നിസ്സാര ഒരു പ്രശ്നം ഉണ്ടാക്കിയതിന് ശേഷം അനീഷ് അങ്ങ് പോയി കഴിയുന്നു. അതിനുശേഷം അതിൻ്റെ പുറകിലുള്ള തർക്കങ്ങളും അടിപിടി ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഈ ഒരു പ്രശ്നം അവിടെ ഉണ്ടായി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അനീഷ് ഒന്നും മിണ്ടുന്നതായിട്ട് കാണുന്നില്ല. അപ്പോൾ നമുക്ക് എന്താ തോന്നുക, എല്ലാവരും കൂടി ഒരുമിച്ച് ഈ ഒരു പർട്ടിക്കുലർ വ്യക്തിയെ ആക്രമിക്കുന്നതായിട്ട് തോന്നും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഈ ഒരു പർട്ടിക്കുലർ വ്യക്തിയോട് നമുക്കൊരു പ്രത്യേക ഒരു ഇഷ്ടം തോന്നും. കാരണം എല്ലാവരും കൂടി ഇങ്ങനെയിട്ട് ആക്രമിക്കുമ്പോൾ ഒരാൾ ഒറ്റയ്ക്ക് നിൽക്കുന്നില്ലേ, അങ്ങനെ നമുക്കൊരു ഇഷ്ടം തോന്നുമല്ലോ. ആ ഒരു സ്ട്രാറ്റജിയാണോ ഈ പുള്ളിക്കാരൻ ഇതിനകത്ത് വർക്കൗട്ട് ആക്കിക്കാൻ നോക്കുന്നതെന്ന് ഒരു ഡൗട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ തന്നെ രഞ്ജിത്ത് മുൻഷി പറയുന്നുണ്ട്, ഈ പുള്ളിക്കാരൻ ഇങ്ങനെ പറയുന്നതൊന്നും കൃത്യമായിട്ട് കേൾക്കുന്നില്ല, ടാസ്ക് വായിക്കുമ്പോൾ അത് കൃത്യമായിട്ട് കേൾക്കുന്നില്ല, വീണ്ടും വീണ്ടും ഒരുപാട് പ്രാവശ്യം പറഞ്ഞു കൊടുക്കേണ്ടി വരുന്നു. അതുപോലെ തന്നെ ഒരു ടീമിനെയോ ഒരു വ്യക്തിയെയോ നേർവഴിക്ക് നയിക്കാൻ കഴിയുന്നവനായിരിക്കണം ടീമിൻ്റെ ക്യാപ്റ്റൻ ആവുക എന്നുള്ളത് എന്നൊക്കെ രഞ്ജിത്ത് മുൻഷി പറയുന്നു. ആ ഒരു കാര്യത്തിൽ രഞ്ജിത്ത് കുറച്ച് പുറകോട്ടാണെന്നും ഈ രഞ്ജിത്ത് മുൻഷി ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും അനീഷ് ഒരു മോശം പ്ലെയർ ആണെന്ന് അദ്ദേഹം പറയുന്നില്ല എന്നും ഇന്നലെ അദ്ദേഹം എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ 2-3 ദിവസം ഈ ഒരു നിലപാടാണ് ഇങ്ങനെ സ്വീകരിക്കുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഏകദേശം ഇതിനകത്തുള്ളവർക്കൊക്കെ കത്തി തുടങ്ങും എന്നെനിക്ക് മനസ്സിലാവുന്നു. കാരണം ഇതുപോലെ ഈ ഒരു സ്ട്രാറ്റജി പഠിച്ച പലരുടെയും കളികൾ കണ്ടിട്ടുള്ളവരാണല്ലോ ഇപ്പോൾ അകത്തുള്ളത്. അപ്പോൾ അവർക്കൊക്കെ ചെറുതായിട്ടൊക്കെ ഒരു 2 ദിവസമൊക്കെ കഴിയുമ്പോൾ ഇത് കലങ്ങും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലുള്ള വീഡിയോയ്ക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ.